ബിഗ് ബോസ് സീസൺ 6 ഡേ 3 ലൈവിലേക്കൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടതുപോലെ രതീഷ് തന്നെയാണ് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ രതീഷ് ചെറിയ രീതിയിലൊന്ന് പതുങ്ങിയിരുന്നു. പുലി പതുങ്ങുന്നത് കുതിക്കാനാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനതിനെ നോക്കി കണ്ടു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം അപ്രോച്ച്. ചില സമയത്ത് തോന്നും ഇയാൾ അമിതാവേശത്തിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ളത്. ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും ഇയാൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളത്. ചില സമയത്ത് ആലോചിക്കും ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അഭിനിവേശമാണ് എന്നുള്ളത്. ഈ ലാസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ ബാക്കി കോലാഹലങ്ങൾ, അതിനോടുള്ള അഭിനിവേശം, അതാണ് പുള്ളിയുടെ മെയിനായിട്ടുള്ള സംഭവം എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കഴിഞ്ഞ സീസണുകളിലെ ഹീറോകൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ താൻ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇവിടെ രതീഷിനുണ്ട് എന്ന് തോന്നിപ്പോവും. പ്രൊമോ നിങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷോയിൽ നിന്നുള്ള ഒരു ഇറങ്ങിപ്പോക്ക് വലിയ രീതിയിൽ ഹൈലൈറ്റ് ആയി പ്രൊമോയിൽ വന്നു. അപ്പോൾ ആ ഒരു ഇറങ്ങിപ്പോക്ക്, തൻ്റെ നിലപാട് പറയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതേപോലെ തന്നെ ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കൽ, അതേപോലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കൽ, ഒറ്റപ്പെടൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പുള്ളിക്ക് പയറ്റി തെളിയണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്ക് മാസ് ഡയലോഗ് അടിക്കണം, വില്ലനായിട്ട് സ്വയം അവരോധിക്കണം, അങ്ങനെയുള്ള കുറേയധികം ഐറ്റങ്ങൾ. ഇപ്പോൾ ഈ ഒരു അഭിനിവേശം പുള്ളിക്കുള്ളിൽ കിടപ്പുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മുന്നേ ഉള്ള ബിഗ് ബോസ് സീസൺ ഒരെണ്ണോ കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിന് മുൻപുള്ള സീസണുകളിലെ ഇത്തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ചില റീലുകൾ കണ്ടിട്ടുണ്ട്. അവരൊന്ന് ഫുൾ ടൈം ഈ ഒരു കാര്യങ്ങൾ ചെയ്തതല്ല, അവരുടെ ചില സ്വാഭാവിക സ്വഭാവ പ്രകൃതി കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ചില സിറ്റുവേഷനിലും അങ്ങനെ വന്നു, പിന്നീട് അവരതൊരു ഗെയിമാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ആ ഒരു സാധനങ്ങളുമായിട്ട് വളരെ സാമ്യതയുണ്ട് പുള്ളിയുടെ ത്രൂ ഔട്ട് പെർഫോമൻസിന്. ഇപ്പം ഇതിനകത്ത് രതീഷ് തന്നെ ഇന്നലെ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് തന്നെയാണ് പുള്ളിയുടെ ഒരു ന്യൂനത. പുള്ളിയുടെ ഗെയിം പ്ലാൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നത് കാണാം. പുള്ളി അത് പക്ക പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഒന്ന് പുള്ളിയോട് ചേർന്ന് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു പ്ലാൻ കറക്റ്റായിട്ട് പറയും. ഇപ്പോൾ പുള്ളി പറഞ്ഞൊരു സംഗതിയുണ്ട്, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബിഗ് ബോസ് അരച്ച് കലക്കി കണ്ട് പഠിച്ചിട്ടാണ് വന്നത്. എനിക്ക് അത്രയധികം ആഗ്രഹമായിരുന്നു ഈ ഒരു ഷോയോട്, അത്രയധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു വലിയ അഭിനിവേശമുണ്ട്. പുള്ളിയുടെ ബിസിനസ് ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പുള്ളി ഷോയിലേക്ക് വന്നത് എന്ന് പറയുന്നു. അതേപോലെ എല്ലാത്തിനകത്തും ഒരു കൃത്രിമത്വം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. പുള്ളിയുടെ സ്റ്റോറി ടെല്ലിംഗ് സെഷൻ കേൾക്കുന്ന സമയത്ത് അത് അതിവൈകാരികമായിട്ട് അതിനെ നോക്കിക്കണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തേണ്ട ഒരു പൊതുമര്യാദ ഹൗസിൽ ഉള്ളതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോറിക്കകത്ത് എന്തുമാത്രം ഇമോഷണൽ സാധനമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് ഡെലിവർ ചെയ്യുന്നൊരു രീതിയുണ്ട്. എനിക്ക് വിഷുവിന് മത്താപ്പൂ കത്തിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എഴുതി വയ്ക്കും 10 മത്താപ്പൂ, 10 കമ്പിത്തിരി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മയുടെ അടുത്ത് അച്ഛൻ പോയി പൈസ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ മത്താപ്പൂ കത്തിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ എന്നൊക്കെയുള്ള ഭയങ്കര കരഞ്ഞുകൊണ്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. എന്നിട്ട് പുള്ളി പറയും എൻ്റെ അച്ഛനമ്മ എന്നെ അത്രയധികം സ്നേഹിച്ചു, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ബാല്യകാലത്ത് ആ ഒരു ഓർമ്മകൾ അത്രയധികം പുള്ളി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു സൈഡിൽ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പുള്ളിക്കാരിലൊക്കെ എത്രയോ കാലം കഴിഞ്ഞ് ജനിച്ച ആളുകളാണ് നമ്മൾ. അപ്പം എൻ്റെ വീട്ടിലൊന്നും ഞാനൊന്നും ഈ മത്താപ്പൂ, കമ്പിത്തിരി, പടക്കം പൊട്ടിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും വാങ്ങാൻ ചോദിക്കില്ലായിരുന്നു. കാരണം വീട്ടുകാരുടെ കഷ്ടപ്പാട് നമുക്ക് നേരിട്ടറിയാം. അപ്പം നമ്മൾ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരല്ല, എന്നാലും പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നമുക്ക് നേരിട്ടറിയാം. അപ്പം വീട്ടിൽ ഈ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കത്തിച്ച് കളയാൻ വേണ്ടിയുള്ള സാധനങ്ങളോട് അതിവൈകാരികമായിട്ട് കണക്ട് ചെയ്ത് അവരെ നിർബന്ധിക്കുക എന്ന് പറയുന്നൊരു പരിപാടി നമുക്ക് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ പുള്ളി അത് ഡെലിവർ ചെയ്യുന്നത് എങ്ങനെയാണ്? കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഇത് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, അത് പുള്ളിയുടെ വൈകാരികമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുൻ സീസണുകളിലെ ആളുകൾ എന്ത് ഭീകരമായിട്ടുള്ള ജീവിതാവസ്ഥകളൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ജാൻമണിയുടെ കഥ നമ്മൾ കേട്ടു, ജിൻഡോയുടെ കഥ നമ്മൾ കേട്ടു. ജിൻഡോയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. പക്ഷേ ജിൻഡോ പറയുന്ന കാര്യവും ഇയാളുടെ മത്താപ്പൂവും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റേഞ്ചിലാണ്. പക്ഷേ ജീവിതത്തിലെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ജിൻഡോയ്ക്ക് കരയാനൊന്നും തോന്നില്ല. ജിൻഡോ പറഞ്ഞു എനിക്ക് കരയാൻ അറിയില്ല. അതാണ് സംഭവം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീട്ടിലെ പാമ്പർ ചെയ്ത് വളർത്തിയ ഒരു കിഡിഷ് സ്വഭാവമാണ് പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. ഇത് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കൂട്ടിക്കുഴച്ച് ആകെ മൊത്തത്തിൽ പക്വതയില്ലാത്ത, ഇന്നലെ ഋഷി ആരോപിച്ചതുപോലെ അത് മണ്ടത്തരമായി പോകുന്ന ഒരു കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ക്യാമറ വഴി കാണുന്ന ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് രജിത് കുമാറൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വലിയ നന്ദി പ്രകാശനം നടത്തുന്നുണ്ട്. മാറി നിന്നിട്ട് പ്രേക്ഷകരോട് പറയുകയാണ്, ഞാനിവിടെ എത്തിയിരിക്കുന്നു. മറ്റേ ആത്മകഥാണേ
പക്ഷേ ബിഗ് ബോസിലായതുകൊണ്ട് ക്യാമറ കേൾക്കണമല്ലോ, ഓഡിയോ മൈക്കിനകത്തൂടെ കേൾക്കണമല്ലോ, ക്യാമറ കാണണമല്ലോ. ഓ, ഞാനിവിടെ എത്തിയിരിക്കുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ബിഗ് ബോസ്, BIGGBOSS, ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വൻ ഒരാത്മകഥം, ഞാനത് സാധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പരിപാടി. ആ ഒരു 2 മണിക്കൂർ പുള്ളി ആ ഒരു പരിപാടി പിടിച്ചിട്ട് നൈസായിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു സാധനങ്ങൾ, ഇറങ്ങിപ്പോക്ക് കാര്യങ്ങൾ, ഇപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയാലും പോയില്ലെങ്കിലും പുള്ളിയുടെ മറ്റേ അഭിനിവേശമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ നോക്കി കണ്ടാൽ മതി. ഇറങ്ങിപ്പോകുന്നത് മുൻ സീസണുകളിൽ വലിയ മാസമായിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച തന്നെ അതും കൂടെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ പുള്ളിക്ക് വന്നുകൂടായികയില്ല. ഇനിയിപ്പം ആരെങ്കിലും തല്ലിയിട്ട് പോകണമെന്നൊക്കെയുള്ള അഭിനിവേശം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിനി പേടിക്കേണ്ടത്. പുള്ളി ഒരു വല്ലാത്ത ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ ഈ ബിഗ് ബോസ് സീസൺ കാണാൻ തുടങ്ങിയതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ ആൾക്കാരെ കാണാൻ വേണ്ടിയാണ് ഈ പരിപാടി കാണുന്നത്. വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ, അവരുടെ ഓരോ നമ്പറുകൾ, പച്ചയായിട്ടുള്ള മനുഷ്യനെയല്ല നമുക്ക് കാണുന്നത്. ഇത്രയധികം ഒബ്സർവ് ചെയ്യാനായിട്ട് കുറച്ചധികം മനുഷ്യന്മാർ അവിടെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ ബിഗ് ബോസ് ഷോ എന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാ ആൾക്കാരും ഭയങ്കര പാഷനാണ്, ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ പറഞ്ഞു വരും. സ്ട്രിക്ട്ലി ബിസിനസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിന് 10-12 ജീവിതങ്ങളെ കിട്ടിയിരിക്കുകയാണ് 24 മണിക്കൂർ പകർത്തിയെടുക്കാൻ വേണ്ടി. ഭയങ്കര രസമാണ്. നമ്മൾ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന പക്ഷികളെ നോക്കി എത്ര വേണമെങ്കിലും ഇരിക്കും, അല്ലെങ്കിൽ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും പെറ്റ്സിനെ നോക്കി നമ്മൾ എത്ര വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ആ ഒരു ആസ്വാദനമാണ് ശരിക്കും ഇതിനകത്തൂടെ നടക്കുന്നത്. പക്ഷേ അതിനകത്ത് വേറെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു ഏരിയയിൽ നിൽക്കുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ സാധ്യതകൾ കിട്ടും. സാധാരണക്കാരൻ അതിലേക്ക് വന്നാലും പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല. അദ്ദേഹവും ആ ഒരു കൂട്ടിലകപ്പെട്ട ആളുകൾ ആസ്വദിക്കുന്ന ഒരു പ്ലേസിലേക്ക് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടിലകപ്പെടുന്നത് മനുഷ്യരാകുമ്പോഴത്തേന് പുറത്തു നിന്ന് കാണാനായിട്ടുള്ള ലൈസൻസുകൾ കിട്ടുമ്പോഴത്തേന് വലിയൊരു ആസ്വാദനമാണ് നമ്മളെപ്പോഴുള്ള ആളുകൾ കിട്ടുന്നത്. ഇത് നോർമലി നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല, ഇതിങ്ങനെയുള്ള ഷോയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ആ ഒരു ആസ്വാദനമാണ് ഇതിനകത്ത് ഞാൻ നോക്കി കാണുന്നത്. ഇനിയിപ്പം വേറെ കുറച്ച് ആൾക്കാരുണ്ട്, കോമണേഴ്സ് ആയിട്ടുള്ള ഈ നിഷാന, അതേപോലെ തന്നെ നമ്മുടെ റസ്മിൻ ബായ്, ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഗെയിമില്ല. ഈ റസ്മിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഇയാളുടെ ഗെയിം ഉണ്ടല്ലോ, രതീഷിൻ്റെ ഗെയിം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ രതീഷ് ഗെയിം കളിക്കുകയാണ്, എല്ലാത്തിനകത്തും ഗെയിം കളിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷിൻ്റെ മുന്നിലുള്ള ഒരു ഒപ്പോണൻ്റ് അല്ല, അദ്ദേഹത്തിന് വലിയ ഗെയിം ഇല്ല എന്നുള്ളത് രതീഷിന് അറിയാം. അപ്പം റസ്മിൻ ഏതെങ്കിലും അടിയുടെ ഇടയ്ക്കിട്ട് വരുമ്പോഴത്തേന് നൈസായിട്ട് രതീഷ് മാറി നിന്നിട്ട്, നീ എന്തിനു വരുന്നത്, നീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡിഫെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ റസ്മിൻ അങ്ങോട്ടേക്ക് വരണ്ട, എൻ്റെ ഉദ്ദേശം നീ അല്ല, നീ വലിയ കളിയൊന്നും ഇല്ലാത്തുള്ള, നീ പിന്നെ എപ്പോഴെങ്കിലും പൊക്കോളും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഇത് പർപ്പസ്ഫുള്ളി എടുത്തിടുന്നതാണ്. അപ്പം രതീഷിൻ്റെ സ്ട്രോങ് ഒപ്പോണൻ്റ് ആയിട്ട് രതീഷ് ആരാണോ കരുതുന്നത് അതാരാണ് എന്നുള്ളത് നമുക്ക് ഈ അടി കൂടുന്ന ഇടയ്ക്ക് മനസ്സിലാക്കാം. പുള്ളി പവർ ടീമിനോടാണ് മുട്ടുന്നത് കൂടുതലായിട്ട്, ശ്രദ്ധിച്ചറിയാം. പവർ ടീമുമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് പിടിക്കുന്നത്. അതാണ് അതിൻ്റെ ഗെയിം. പുള്ളി ആ ഒരു ഗെയിം അറിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് വളരെ എളുപ്പമാണ്, നമുക്കിവിടെ ഇരുന്ന് ഇത് നോക്കിക്കണ്ട് ഗെയിം അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതൊക്കെ രതീഷിൻ്റെ നല്ല ഗെയിമും ഉണ്ട് കേട്ടോ. ഇവിടെ സിജു ആൻഡ് ജാസ്മിൻ ഇപ്പോൾ കറക്റ്റായിട്ട് രതീഷിനെതിരെ കളിച്ച് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ കൂടെ തന്നെ വളരാൻ പറ്റും. ഈ രതീഷ് എല്ലാ ആൾക്കാരെയും കളിച്ച് തോപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. രതീഷ് അങ്ങനെ കളിക്കുമ്പം അതിനൊരു സാധ്യതയായിട്ട് കണക്കാക്കി കൂടെ കളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗെയിം. അതിൻ്റെ ഒരു ഗെയിമിൻ്റെ രീതി അങ്ങനെയാണ്. രതീഷിനെ പോലെ ഉള്ള ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ഇല്ല, അടിത്തറ ഇല്ലാതായി പോകും. ഇപ്പോൾ ഒരു അടിത്തറ അവിടെ ഉണ്ട്. ആ ഒരു അടിത്തറയിൽ പണിത് കയറുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഉള്ള സാധ്യത. അത് എത്ര പേര് ഉപയോഗിക്കും എന്നുള്ളത് അറിയില്ല. നിഷാനൊക്കെ ഗെയിമില്ല, അതേപോലെ തന്നെ നോറ, മുസ്കാൻ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി, ഋഷി അവരെല്ലാം ഡാൻസ് പഠിപ്പിക്കുന്ന ആ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ നോറ പറഞ്ഞ് എൻ്റെ കമ്മ്യൂണിറ്റിയും എൻ്റെ സറൗണ്ടിങ്സിലുള്ള ആളുകൾ, അപ്പോൾ നോറയ്ക്ക് ആ ഒരു സമുദായത്തിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പം അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എനിക്ക് അവരൊരു ചാൻസ് തന്നിട്ടുണ്ട്, ഞാനതിനെ ഇങ്ങനെയൊന്നും വിനിയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്ലോക്ക് നോറയ്ക്ക് അവിടെ ഉണ്ട്. നോറയ്ക്ക് പലതരം ബ്ലോക്കുകളുണ്ട്, പലതരം ഇൻസെക്യൂരിറ്റികളുണ്ട് എന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. അധികം കാലം പോകത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. അധികം കാലം പോകത്തില്ല. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്കുകളാണ്. ഒരു ബിഗ് ബോസ് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പെർഫോമൻസും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടില്ല. അവരെ ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല. അവരത്യാവശ്യം ജാസ്മിൻ, നോറ അങ്ങനെയുള്ള ഒരു ടീമിൽ അത്യാവശ്യം എന്തൊക്കെയോ വിറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് അല്ല അവർ. അതൊരു വലിയ പ്രശ്നമാണ്. കോമണേഴ്സ് ആയിട്ടുള്ള റസ്മിൻ, അതേപോലെ തന്നെ നിഷാന, അവർക്കൊക്കെ തുടക്കത്തിൽ വലിയ ഗെയിം സാധ്യതകൾ തുറന്നിട്ട ആൾക്കാരാണ്. അവരത് യൂസ് ചെയ്തില്ല. അവർക്ക് ആ ഒരു സെപ്പറേറ്റ് റൂം കൊടുത്തത് ശരിക്കും അവർക്ക് ആ ഒരു സാധ്യത ഉപയോഗിക്കായിരുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോമണേഴ്സിന് ഒരു പവറുണ്ട്. ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിലും ഞങ്ങൾ കോമണേഴ്സാണ്
എന്ന് പറഞ്ഞൊന്ന് മാറി നിന്നാലും ആദ്യത്തെ നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കായിരുന്നു. ആരും അല്ലാതായി പോകുന്നതിനേക്കാളും ബെറ്റർ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു കളി അങ്ങോട്ട് കളിച്ചായിരുന്നെങ്കിൽ. ഇതിപ്പോൾ അവരുമായിട്ട് സിങ്കായിപ്പോയി അവരുടെയൊക്കെ ഒരു വാലായിട്ട് മാറുകയാണ്. ഇപ്പോൾ നിഷാനാണെങ്കിൽ ആളുകൾക്ക് മോട്ടിവേഷൻ, ഉപദേശം, കാര്യങ്ങൾ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പോകുന്നു. റസ്മിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രതീഷ് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെല്ലാം പറയുന്നത് ഏസ് വയ്ക്കാനായിട്ട് പോകുന്നു. അവർ എൻജോയ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഹൗസിൽ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്, ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരല്ല. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് പോവുക. അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ട ആളുകൾ വീണ്ടും പരീക്ഷിക്കുക എന്ന് പറയുന്നത് ടഫാണ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, റസ്മിൻ ഒക്കെ ആണെങ്കിലും ലോജിക്കുള്ള ഒരടി അവിടെ ഇല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ല, ഗെയിം ഇല്ല. രതീഷിൻ്റെ ബേസ്ലെസ് ആർഗ്യുമെൻസിൻ്റെ പുറകെ പോകുന്നത് ഒരു മണ്ടത്തരാണ്. ഇപ്പോൾ നോക്കിയെന്ന് കളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഋഷിയൊക്കെ അറിയാതെ ഗെയിമിലേക്ക് വരുന്ന ആളുകളാണ്. സിജോ വളരെ പ്ലാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ സിജോയുടെ ഗെയിം നമുക്ക് ബോറടിക്കും. ഋഷി അറിയാതെ ഗെയിമിലേക്ക് വരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ മറ്റേ ശ്രീരേഖ വലിയ കുഴപ്പമില്ലാതെ ഗെയിമിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിൻ ഗെയിം കളിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള കുറേയധികം അപ്രോച്ചുകളുണ്ട്. ജാൻമണി വലിയ കുഴപ്പമില്ലാതെ ഗെയിമിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഗബ്രിക്കൊരു പ്ലാനുണ്ട്, ഗബ്രി നൈസായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗബ്രിയുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനം അടിയറവ് വയ്ക്കാതെ കളിക്കുന്നുണ്ട്. അർജുൻ ഗെയിം അല്ല, അർജുൻ ശരിക്കും അവിടെ അർജുനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് ഗെയിം ഒന്നും പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യായിരിക്കും. റോക്കി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആളോ റോക്കി പറഞ്ഞ ആളോ അല്ല റോക്കി ഇത്തിരി കൂടെ സോഫ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന എല്ലാവരുടെയും ഫ്രണ്ടായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ റോക്കി ഒരു കളി ഇട്ട് കൊടുത്താൽ കളിക്കും. ജിൻഡോ ഇത്തിരി ഗെയിം മെറ്റീരിയൽ അല്ല, ഒരു നിഷ്കളങ്കനാണ്. മറ്റേ അൻസിബ് പറഞ്ഞ പോലെ ചേട്ടൻ്റെ പവറും ബുദ്ധിയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരാം. ഇത് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞാണ് കേട്ടോ. നന്ദി. ഇനിയിപ്പോൾ അടുത്തത് കുറച്ച് സമയം പോലെ കണ്ടിട്ട് ഞാൻ പറയാം.